വാവ്, അടിപൊളി ചെമ്മീൻ കറി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. ഇത് തന്നെ പരിപാടി. നേരെ ചെമ്മീനെ എടുത്തു, കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ചട്ടിയിലിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വേവിച്ചു. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ സവാളയൊക്കെ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പച്ചമുളകും തക്കാളി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അരിയുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ തക്കാളി വെന്ത് കിട്ടും, ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ അപ്പോഴേക്കും റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നേരെ ചെമ്മീനെ ഇട്ട് പാനിൽ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വറുത്ത പോലെ ആക്കിയെടുത്തു. ഡ്രൈ ഒരുപാടാക്കിയില്ല, നമ്മൾ ചെമ്മീൻ ഫ്രൈ അല്ലല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ. എന്നിട്ട് ഇഞ്ചിയും തക്കാളിയൊക്കെ ഇടിച്ച് റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ സവാള എടുത്തിട്ട് വഴറ്റാൻ തുടങ്ങി. അപ്പോൾ സവാള അല്പം ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്, അറിയാമല്ലോ എല്ലാവർക്കും. ഉപ്പിട്ടാൽ വേഗം തന്നെ വഴന്ന് കിട്ടുമല്ലോ നമുക്ക്. പിന്നെ ഇതിലേക്ക് പച്ചമുളക് കീറി വെച്ചിരുന്നത് ഇട്ട് കൊടുത്തു. അങ്ങനെ നല്ലപോലെ സവാളയൊക്കെ വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത് എന്താ തക്കാളി ഇടുക അല്ലേ. അപ്പോൾ തക്കാളി ഇട്ടു. തക്കാളി ഇട്ട ശേഷം പിന്നെ എന്താ ഇട്ടത് അതിലേക്ക് അത് നമുക്ക് കാണാം. എന്തായാലും സവാളയൊക്കെ ഇങ്ങനെ വഴന്ന് വരട്ടെ, എന്നിട്ട് തക്കാളി ഇടാം. തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടി നല്ലപോലെ വഴറ്റി തക്കാളിയൊക്കെ ഉടയുന്ന പാകത്തിലാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ വട്ടത്തിലരിഞ്ഞതുകൊണ്ട് തന്നെ തക്കാളിയൊക്കെ വേഗം ഉടഞ്ഞ് കിട്ടും കേട്ടോ. അതിനൊരു പ്രശ്നമൊന്നുമില്ല, പറഞ്ഞ നേരം കൊണ്ട് ഉടഞ്ഞ് കിട്ടി കണ്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ എന്താ ഇട്ടത് നമുക്ക് മല്ലിപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ, എന്നാലും ഇട്ടു. പിന്നെ അതൊക്കെ വിഷ്ണുവിൻ്റെ വകയാണേ. അല്പം കുരുമുളക് പൊടി, അതുകൂടാണ്ട് നമ്മുടെ കുറച്ച് ചിക്കൻ മസാല ഇരിപ്പുണ്ടായിരുന്നല്ലോ, അതിനെ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ അതിൽ പ്രത്യേക ടേസ്റ്റ് കിട്ടും. അങ്ങനെ അതെല്ലാം ചേർത്ത് റെഡിയാക്കിയതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടെ പച്ചമണം മാറുന്നവരെ വാട്ടിയെടുക്കില്ല നമ്മൾ, അങ്ങനെ വാട്ടിയെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ ആയെങ്കിലും ഇപ്പോഴാണ് നമ്മുടെ ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അതും കൂടെ ഇട്ടിട്ട് റെഡിയാക്കി വഴറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ആ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ചെമ്മീൻ വേവിച്ച വെള്ളം തന്നെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക ചെയ്യേണ്ടത്. അതനുസരിച്ചിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് അത് റെഡിയായി വരുന്നതനുസരിച്ചിട്ട് ആ വെള്ളം മുഴുവനും വേണോ വേണ്ടോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പയ്യെ ഒഴിച്ചു. പക്ഷേ ഉദ്ദേശം എനിക്ക് അറിയായിരുന്നു വേണമെന്ന്, എന്നാലും അവനൊരു നിർബന്ധം, അങ്ങനെ ഒഴിക്കണ്ട ഇങ്ങനെ ഒഴിച്ചാൽ മതി എന്നാലേ അറിയൂന്ന്. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ ഒഴിച്ച് വന്നപ്പോൾ കക്ഷി ഒഴിച്ച് വന്നത് മുഴുവനും വേണ്ടി വന്നു എന്നുള്ളതാണ് സത്യത്തിൽ. അതിന് ശേഷം നമ്മുടെ ചെമ്മീൻ കുട്ടികളെ വേവിച്ച് വെച്ചേക്കണതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയും അതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് കരിവേപ്പില നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ എങ്ങും നോക്കണ്ട. പുറത്തുനിന്ന് വാങ്ങിച്ചാൽ ഞാൻ ഇടാറില്ല, കാരണം കരിവേപ്പിലയിൽ ഒരുപാട് മരുന്ന് കളിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചിട്ട് മല്ലിയിലയിലും മരുന്ന് കളിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ മല്ലിയില ഉപയോഗിക്കും, നിവൃത്തിയില്ലല്ലോ. മല്ലിയില എല്ലാത്തിനും വേണ്ടേ, മല്ലിയില മാത്രം ഞാൻ ഇത്ര നോക്കിയിട്ടും പിടിച്ച് കിട്ടുന്നില്ല. കരിവേപ്പില എന്തായാലും പിടിച്ച് കിട്ടിയിട്ടുണ്ട്, കരിവേപ്പിൻ തൈ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.